ചർച്ചയ്ക്കായി ഇടതു നിരീക്ഷകൻ ബി എൻ ഹസ്കർ, കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, സംവിധായകൻ മേജർ രവി, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ നിതിൻ ജോർജ് കൊടിയൻ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ നിതിൻ ജോർജ് കൊടിയൻ. രാഷ്ട്രീയം ഒരു വശത്ത് അതങ്ങനെ നടക്കുന്നുണ്ട്, പ്രതിഷേധം ആളിക്കത്തുന്നു, അതിന് മറുപടി വരുന്നു, മന്ത്രിമാർ സന്ദർശിക്കുന്നു, ഒക്കെ അവിടെ നിൽക്കട്ടെ. ആരോഗ്യപരമായ കാര്യത്തിലേക്ക് നമുക്ക് വരാം. വലിയൊരു പ്രശ്നമായി ഇത് നിലനിൽക്കുകയാണ്. ഈ വിഷപ്പുക തൽക്കാലത്തേക്ക് മാത്രമോ അതോ ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ? വിഷപ്പുക നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഏറ്റവും അക്യൂട്ട് ആയിട്ടുള്ള അതിന്റെ ഒരു ഫേസിലാണ്. അതായത് നമ്മള് ഈ പുക ഈ അന്തരീക്ഷത്തിൽ വമിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പുകയുടെ വിഷപ്പുകയുടെ തോതും അത് പരന്നുകൊണ്ടിരിക്കുന്നതിന്റെ വേഗതയും വളരെ കൂടുതലായിരിക്കും. ഈ ഒരു അവസരത്തിലായിരിക്കും നമ്മൾ ഏറ്റവും അടിയന്തരമായി ഇടപെട്ട് അതിന്റെ കൂടുതൽ ചികിത്സാ സഹായങ്ങളും മറ്റും എത്തിച്ച്, കാരണം രോഗികൾക്ക് വളരെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ശ്വാസകോശ സംബന്ധമായിട്ടാണെങ്കിലും അല്ലാതെയുമുള്ള വളരെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ ഏറ്റവും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതലായി കാണുക. ഈ സമയങ്ങളിലാണ് നമ്മൾ ആരോഗ്യപരമായിട്ട് ഏറ്റവും അടിയന്തരമായ ഇടപെടലുകൾ വേണ്ടത്. പിന്നീട് ഈ പുക കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ തീവ്രത കെട്ടടങ്ങിയേക്കാം എങ്കിലും ഇത് അന്തരീക്ഷത്തിൽ വമിച്ച ഒന്നായതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തില് ഇത് ഒരുപാട് മെറ്റാലിക് കെമിക്കൽസും നൈട്രിക് ഓക്സൈഡ്, സൾഫൈഡിന്റെ മുതലായുള്ള ഒരുപാട് രാസ പുകകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് അങ്ങനത്തെ പുകകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് തുടർച്ചയായി ശ്വസിക്കുന്ന അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പല പഠനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ അടുത്ത് പരിമിതപ്പെട്ട സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുക, നമുക്ക് രോഗലക്ഷണങ്ങളായി കാണാൻ സാധിക്കുക കണ്ണിനെരിച്ചില്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, മൂക്കടപ്പ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസതടസ്സം, തൊണ്ടയിലെ തടസ്സം, ശ്വാസം മുട്ട്, നമ്മളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുക, ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത കൂടുക, അങ്ങനെ ത്വക്കില് നമ്മുടെ സ്കിൻ ഡിസീസസ്, അലർജി പരമായിട്ടുള്ള സ്കിൻ ഡിസീസ്, ഇതൊന്നും കൂടാതെ എന്തെങ്കിലും അലർജിക്ക് ഒരു പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരു അലർജി മുതലായ രോഗം വരാൻ സാധ്യത കൂടുതലുള്ള, റിസ്ക് കൂടുതലുള്ള ആൾക്കാർക്കും ഈ അലർജിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ശ്വാസകോശ സംബന്ധമായ ആസ്മ പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്കും പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവര്, അത് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ക്യാൻസറിനും മറ്റും മരുന്ന് കഴിക്കുന്നവരോ സ്റ്റിറോയിഡ് ഒക്കെ കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി അവരുടെ ശരീരത്തിൽ അല്പം കുറവായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും ആദ്യം നമ്മളുടെ ശ്രദ്ധ വേണ്ടത്. ഏറ്റവും ആദ്യം ഇത്തരം രോഗലക്ഷണങ്ങളാണ് കാണാനും സാധ്യത. അപ്പൊ ഇങ്ങനെ എന്ത് രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാലും ഉടൻ തന്നെ അടുത്തുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതിൽ പല രോഗലക്ഷണങ്ങളും നമ്മൾ ആ വിഷപ്പുകയുടെ അഭാവത്തിൽ, അതായത് ആ പുകയിൽ നിന്നും ആ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തി കഴിയുമ്പോൾ വളരെ കുറയുന്നതായി കാണാം. എന്നാൽ കൂടുതൽ കാലത്തോളം, കൂടുതൽ സമയത്തേക്ക് തുടർച്ചയായി, അതായത് അവിടെ നിവസിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് ലോകത്തെ പല ഇൻസിഡന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസർ വരെ രോഗങ്ങൾ, തൊലിയുടെ പുറത്തുള്ള ത്വക്ക് പരമായിട്ടുള്ളത് അല്ലാതെയുള്ള ക്യാൻസറുകൾ പലതും തുടർച്ചയായി വിഷപ്പുക അന്തരീക്ഷത്തിൽ നിന്ന് അത് കുറെ കാലങ്ങളോളം ശ്വസിക്കുന്നവരിൽ കണ്ടുവരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു നടപടികളിലേക്ക് പോകാതെ ഇപ്പൊ തന്നെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ 5 തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകളാണ് എനിക്കും കാണാൻ സാധിച്ചത്. അവിടെ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളിലെയും പീഡിയാട്രിക്സിലെയും പൾമോണോളജി, അതായത് റെസ്പിറേറ്ററി മെഡിസിനിലെയും മറ്റു വിഭാഗങ്ങളിലേക്ക് ഡോക്ടർമാർ എത്തുന്നതായും അവിടെ സ്കാനിങ്ങിനും മറ്റുമുള്ള മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള സൗകര്യങ്ങൾ ഉള്ളതായും ഒക്കെ ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും പിന്നീട് ഇത് ഭാവിയിൽ ഈ വിഷാംശം എന്തുമാത്രം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും അവിടെയുള്ള ആളുകൾക്ക് തുടർച്ചയായി ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പുകൾ, ഫോളോ അപ്പ് ചെക്കപ്പുകൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം വളരെ പതുക്കെ കാലങ്ങൾ എടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ അതിന്റെ ചുറ്റുവട്ടമുള്ള നിവാസികൾക്കും അവിടെ കുറെ കാലമായി തങ്ങുന്ന ആൾക്കാർക്കും
അതിൻ്റെതായ ചില ആരോഗ്യ സംരക്ഷണങ്ങളും ചില സ്ക്രീനിങ് ടെസ്റ്റുകളും, അതായത് തങ്ങൾക്ക് ഒരു ഇത്ര മാസം കഴിഞ്ഞാലും ഇത്ര വർഷം കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും നടത്തി ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തുകയാണെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ഇവാലുവേഷനും ചികിത്സാ നടപടികളും സ്വീകരിക്കണം എന്നുള്ളതാണ്.